സ്നേഹാദരവുകളുള്ള സഹോദരങ്ങളെ, ഇന്ന് നേരിട്ട് വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് നിഷ്പക്ഷ മുഹമ്മദ് സാഹിബിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ജംഗ്ഷൻ ഹാക്ക് എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുതലാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, ഏതാണ്ട് 6 ലക്ഷത്തിലധികം ആളുകൾ ആ ചാനലിൻ്റെ അംഗങ്ങളായിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ ആളതിൽ നിന്ന് വരുമാനമൊന്നും ഉണ്ടാക്കുന്നില്ല. മാതൃകാപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാകും ഞങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് പണം ഉണ്ടാക്കാനാണ്, അദ്ദേഹം ഒരു സേവനം എന്ന നിലയിൽ ചെയ്യുന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ചില കാര്യങ്ങളെ വിമർശിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദാവാപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം ചാനലുണ്ടെങ്കിലും അവർ യൂട്യൂബിൽ നിന്നോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നോ വരുമാനം ഉണ്ടാക്കുന്നില്ല എന്ന് വേണം ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ എന്താ ഇദ്ദേഹത്തിൻ്റെ വിഷയമെന്ന് നമുക്ക് ആദ്യം അറിയാം. ആശാനെ ഒരു വീഡിയോ അടുത്ത കാലത്ത് പുറത്തിറക്കി. അതിൽ ഒന്നാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത്, ഈസ ശത്രുവിനോട് ഇങ്ങനെ ചെയ്യരുത്. രണ്ടാമത്, കൊടിത്തോട്ടമേ നോക്കിയും കണ്ടും കളിക്കണം. കൊള്ളാം, നല്ല കാര്യമാണ്. നല്ല ഉപദേശത്തിന് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഇതെന്താണ് ഈ മാഷിന് പറയാനുള്ളതെന്ന് കേൾക്കാം. സാറേ പറയൂ, ഞാൻ ഈ വോയിസ് നിങ്ങളെ കേൾപ്പിക്കുക, അതാണ് പ്രായോഗികം. ഇനി മുതൽ നമ്മുടെ അനിൽ കൊടിത്തോട്ടം ഏതെങ്കിലും ചാനൽ ചർച്ചയ്ക്കോ വേദിയിലോ വന്നിരുന്നാൽ ദയവായി നിങ്ങൾ അവിടെ നിന്ന് മുഹമ്മദ് ഈസ എന്നൊന്ന് പറഞ്ഞാൽ മതി. നല്ല ചിരിയാണ് ഈ മാഷിൻ്റെ. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ചിരി വലിയ ഇഷ്ടമാണ്. കാരണം ഡിബേറ്റിന് വരാമെന്ന് വാക്ക് തരികയും തത്സമയത്ത് തലയൂഴാൻ പഴിപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മുജാഹിദ് വാലിശ്ശേരിക്ക് മറുപടി കൊടുക്കുമ്പോൾ ഞാൻ ഈ അനിൽ മുഹമ്മദിൻ്റെ ഈ വിശ്വവിഖ്യാതമായ ചിരി എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. നല്ല ചിരിയാണ്, രസകരമായൊരു ചിരി. അപ്പോൾ ചിലപ്പോൾ അത് ഒരു സെൽഫ് ഗോളായിട്ടും മാറും ഈ ചിരി. അതുകൊണ്ട് അനിൽ മുഹമ്മദ് തന്ന ചില മറുപടിക്കും ഞാൻ ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ചിരിയെടുത്ത് തിരിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ചിരിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഈ ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ മുഹമ്മദ് ഈസ എന്നൊന്ന് പറഞ്ഞാൽ മതി, കുടിത്തോട്ടം ഓടും. അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഓടുന്നത്? മുഹമ്മദ് ഈസ ഈ ഉമറിൻ്റെ കയ്യിലുള്ള പോലെ ക്രൂരമായ ആയുധം കൊണ്ടോ വല്ലതാണ് വരുന്നത്? എനിക്കങ്ങനെ അദ്ദേഹത്തെ പറ്റി തോന്നുന്നില്ല കേട്ടോ. അദ്ദേഹം മറ്റേ നമ്മുടെ ഒറിജിനൽ മുഹമ്മദ് ഉണ്ടല്ലോ, അതുപോലെയൊന്നും അല്ലല്ലോ വരുന്നത്. അദ്ദേഹം മാന്യമായിട്ടല്ലേ വരുന്നത്. കാരണം നമ്മൾ പേടിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒരാൾ ചാനലിലോ അല്ലൊരു സ്ഥലത്തോ ഇരിക്കുമ്പോൾ ആയുധം കൊണ്ട് വരുന്ന ഒരാളെ പേടിക്കണം. രണ്ടാമതായിട്ട് ഈ വരുന്ന ആളിനെ പേടിക്കുന്ന മറ്റെന്തെങ്കിലും സ്വഭാവ വിരുദ്ധത അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യം, അങ്ങനെയൊന്നും നമുക്കറിയില്ല. ഈ മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ആൾ ആശയപരമായി നമ്മൾ രണ്ട് ലോകത്താണെങ്കിലും സാക്ഷാൽ മുഹമ്മദിനേക്കാൾ ഒത്തിരി മാന്യനാണ്. കാരണം സാക്ഷാൽ മുഹമ്മദിൻ്റെ ചില ദൗർബല്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ തൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് സാക്ഷാൽ നമ്മുടെ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിന് ആ സ്ത്രീയോട് കമ്പം തോന്നിയാൽ, ആ പദം മുഹമ്മദിനായിട്ട് ഞാൻ പ്രയോഗിച്ചോട്ടോ, അപ്പോഴേ ഈ ഭർത്താവ് മൊഴിയല്ലോ. ഇങ്ങനെയുള്ള ദോഷമൊന്നും നമ്മുടെ മുഹമ്മദ് ഈസയെ കൊണ്ടോ ഈ ജംഗ്ഷൻ മുഹമ്മദിനെ കൊണ്ടോ ഒന്നും ഇല്ല. നിങ്ങളൊന്നും ഒന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഈ കാലത്ത് അങ്ങനെയൊക്കെ വന്നാൽ വേറെ അപകടങ്ങളുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ സ്ത്രീകൾക്ക് സെൽഫ് ഡിഫൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തിനാണ് ഞാൻ ഈ മുഹമ്മദ് ഈസയെ കണ്ട് ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഇരുന്ന് ആരെങ്കിലും മുഹമ്മദ് ഈസ എന്നൊന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം ഭീകരനല്ലാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനി മറ്റെന്താണ് കാര്യം? സാഹിബ് ഒന്ന് തുറന്നു പറ, എന്താണ് കാര്യം എന്നൊന്ന് പറ. മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം അറിയണമല്ലോ. എന്തായിരിക്കും കാര്യം? സാഹിബ് പറ. കൊടിത്തോട്ടം അവിടെ നിന്ന് ഓടിപ്പാഞ്ഞ് രക്ഷപ്പെടും. കൊടിത്തോട്ടം ജയിച്ചിരുന്നതെല്ലാം കൊടിത്തോട്ടത്തിൻ്റെതായ ചില ന്യായം ഒപ്പിച്ചു പറഞ്ഞ് അതിൽ കുറച്ച് വിദ്വേഷവും പുരട്ടി കുറച്ച് അനുയായികളെയൊക്കെ സംഘടിപ്പിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു ദേശീയ നേതാവും അന്തർദേശീയ നേതാവും ഒക്കെയായി മാറി ഇന്നലകളിൽ കേൾക്കണം. അപ്പോൾ കൊടിത്തോട്ടം ജയിച്ചിരുന്നതല്ല, അപ്പോൾ അത് സമ്മതിച്ചല്ലേ. ഞാൻ ഏതൊക്കെയോ വിദ്യകളിലൂടെ ജയിച്ചു. ആ വിദ്യകൾ അദ്ദേഹം പറയുന്നത്, ഒന്ന് വിദ്വേഷം പരത്തി, രണ്ട് എൻ്റേതായ ചില ന്യായങ്ങൾ നിരത്തി. ഞാൻ വിദ്വേഷം പരത്തിയായിട്ട് അറിയില്ല. ഞാൻ എവിടെയും പോയിട്ട് ഇവരുടെ ചരിത്രത്തിലില്ലാത്തതോ ഖുർആനിലില്ലാത്തതോ ഇസ്ലാമിലില്ലാത്തതായ ഒരു വിഷയവും പറഞ്ഞു ഞാനിവരെ അവഹേളിച്ചിട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന് ഭയമൊന്നുമില്ല. ഇവിടെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നത്, കൊടിത്തോട്ടം ഇത്ര നാൾ ഇങ്ങനെയൊക്കെ ജയിച്ചത് ഈ വിധത്തിൽ കൊടിത്തോട്ടത്തിൻ്റെതായ ന്യായം പറഞ്ഞു. അതൊക്കെ എന്തൊരു നിരീക്ഷണമാണ് സാറേ. ഞാൻ എൻ്റെ ന്യായമല്ലാതെ നിങ്ങളുടെ ന്യായം എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ന്യായം എന്താ? ഇപ്പോൾ ജംഗ്ഷൻ മുഹമ്മദ് സാഹിബിൻ്റെ ന്യായം എന്താ? അങ്ങ് തന്നെ പറയും. അങ്ങയുടെ ന്യായം പോലെ എനിക്ക് ചിന്തിക്കാൻ ഒരിക്കലും കഴിയില്ല. അതിൻ്റെ കാരണം 6-ാം നൂറ്റാണ്ടിലെ ഒരു കാട്ടറബിയുടെ തിന്മ നിറഞ്ഞ ജീവിതം കണ്ടിട്ട്, യാതൊരു ധാർമ്മിക നിലവാരവുമില്ലാത്ത ജീവിതം കണ്ടിട്ട്
ആ ജീവിതത്തെ ആജീവനാന്തം നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, നമ്മുടെ നഴ്സറി പ്രായമുള്ളൊരു കുഞ്ഞ്, ആ കുഞ്ഞ് മുട്ടിലിഴയുന്ന കണ്ടിട്ട് ഈ കുഞ്ഞ് എങ്ങനെങ്കിലും ഒന്ന് പ്രായമായെങ്കിൽ ഞാനിവളെ വിവാഹം കഴിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരധമനെ നിങ്ങളെങ്ങനെ ന്യായീകരിക്കുന്നത്? നിങ്ങൾക്ക് അതിനകത്ത് വല്ല ഉളുപ്പുണ്ടോ സാഹിബേ? ഇത്രയും വൃത്തികെട്ടൊരു മനുഷ്യനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ പറയാം വിദ്വേഷമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വിദ്വേഷം തോന്നിയെന്ന് ഓർത്ത് എനിക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വിദ്വേഷം തോന്നണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു നന്മയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തിരിച്ച് പരിഭവം തോന്നത്തക്ക വിധം ഈ കാര്യം ഏതോ ഒരു വലിയ അധവനാ ചെയ്തിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരാൾ പോലും ഇത് ചെയ്യില്ല. രണ്ടാമതായിട്ട്, സ്വന്തം മകളേക്കാൾ 3 വയസ്സ് താഴെ പ്രായമുള്ള 6 വയസ്സുകാരിയെ 53 വയസ്സുള്ള ഒരു കിളവൻ ആസക്തിയോട് കൂടി നോക്കുന്നു. ആ കുട്ടിയെ പിന്നീട് സ്വന്തമാക്കുന്നു. ആ കുട്ടിയോട് 9-ാം വയസ്സ് നമ്മൾ പറയരുത്, 10 ചേർത്ത് പറയണം, 1 വയസ്സ് കൂടിയിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് പറയണം? അത് അവിടുത്തെ പ്രകൃതി വ്യത്യാസമായിരുന്നു. സ്ത്രീകൾക്ക് അവിടെ പെട്ടെന്ന് ശരീര വളർച്ച ഉണ്ടാവാനും, അതിൻ്റെ ഈ പടച്ചവൻ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീക്ക് മാത്രം അവിടെ പ്രത്യേക കാലാവസ്ഥ ഉണ്ടാക്കി വെച്ചോ? അവിടെ പുരുഷന് വന്നാൽ ഈ 6-ാം വയസ്സിലൊക്കെ വലിയ പുരുഷ പ്രാപ്തിയൊക്കെ എത്തണ്ടേ? ഇത്തരം സാധാരണക്കാരന് പോലും ദഹിക്കാത്ത തരത്തിലെ അധമവും നികൃഷ്ടവുമായ ചിന്തകളെ ന്യായീകരിക്കുന്ന നിങ്ങളുടെ മെയ്വഴക്കം എനിക്കില്ല. എനിക്ക് എൻ്റെ ന്യായങ്ങളെ പറയാൻ പറ്റും. ആ ന്യായങ്ങളിലൂടെ കൊടുത്തോട്ടം എന്ത് ചെയ്യുന്ന പറഞ്ഞ് വിദ്വേഷം പരത്തിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, സംവാദങ്ങളിൽ വിജയിച്ചു എന്നതിൽ സമ്മതിച്ചില്ല. അത് തന്നെ വലിയ കാര്യം. ബാക്കിയട്ടെ, വേദി നൽകാതിരുന്ന കത്തോലിക്ക ചടങ്ങുകളിലൊക്കെ വേദിയൊക്കെ കിട്ടി. അങ്ങനെ വേദി നൽകാതിരുന്ന കത്തോലിക്ക ചടങ്ങുകളിൽ വേദി കിട്ടിയെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, കത്തോലിക്ക സഭയുടെ ഒരു ചടങ്ങിലും ഞാൻ അടുത്ത കാലത്തൊന്നും സംസാരിച്ചിട്ടില്ല. അടുത്ത കാലത്തല്ല, അങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. കത്തോലിക്കരും ഞങ്ങളുമെല്ലാം ചേർന്ന് നടത്തിയ എക്യൂമനിക്കൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവിടെയാണ് സംസാരിക്കുന്നത്. ഇനി അതുകൊണ്ട് ഞാനെന്തോ സാമ്പത്തിക മേൽക്കോയ്മയൊക്കെ ഉണ്ടാക്കിയെന്നവർ അതുകൂടി പറയട്ടെ. ഞാനൊരു കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു പൈസ പോലും കൈപ്പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അവർ തന്നെ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ എക്യൂമെനിക്കൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന റിസോഴ്സ് പേഴ്സൺസ് സ്വന്തം ചിലവിൽ വരണം. മാത്രമല്ല അതിൻ്റെ ആ സംഘാടകത്വ നിമിത്തം ഞങ്ങളും അതിൻ്റെ സംഘാടകരാണ്. ഉദാഹരണമായി പറഞ്ഞാൽ കോട്ടയത്ത് നടന്നൊരു പ്രോഗ്രാമിൻ്റെ സംഘാടകൻ ഞാൻ കൂടിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതിന് വേണ്ട പണം, വേണ്ട കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അങ്ങനെ കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് കൊടുത്താണ് അത്തരം പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ട് ഇത്തരം തക്കിയടിക്കുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നുണ പറയാൻ ഉളുപ്പില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ചെറുപ്പക്കാരല്ലേ, ആ നിലയിൽ കുറേയൊക്കെ മര്യാദയും മാന്യതയൊക്കെ ആകാം. ഓക്കെ, ബാക്കി കേൾക്കാം, അത് ഗൗരവമല്ല. ഓക്കെ, അഭിരമിച്ചാർത്തുല്ലസിച്ചാഹ്ലാദിച്ച് ആമോദത്തോടെ കഴിഞ്ഞ നേരം എന്ന് പറയുന്ന ഒരു കവിതയുണ്ടല്ലോ. അങ്ങനെ ആമോദം അല്ല, അത് അങ്ങനെ എവിടാ സാറേ അങ്ങനെ ഒരു കവിത? ആമോദത്തോടെ കഴിഞ്ഞ നേരം എന്നൊരു കവിത ആരെഴുതിയതാണ്? എനിക്കറിയില്ല അങ്ങനെ ഒരു കവിത. തന്നെ ഈ കവിതയും പാട്ടും ഒക്കെ നിങ്ങൾക്ക് എന്നുപോലെ ദഹിച്ചു തുടങ്ങിയ കവികളോടൊക്കെ മുഹമ്മദ് ഇടപെട്ട രീതിയുണ്ട്. എന്നുപോലെ ഇത് ദഹിച്ചു തുടങ്ങി. തന്നെ ഇങ്ങനൊരു കവിത മലയാളത്തിലില്ല. മലയാളത്തിലുള്ള കവിത എല്ലാം അനിൽക്കുടത്തോടോ അറിയണമെന്നൊന്നുമില്ല. ഇനി ഇത് അനിൽ മുഹമ്മദ് എഴുതിയാണെങ്കിൽ ഓക്കെ, അങ്ങനൊരു കവിത ഇല്ല. അങ്ങനൊരു കവിത ഉണ്ടെങ്കിൽ അതെവിടെയാണെന്ന് പറഞ്ഞാൽ മതി. നല്ല രീതിയിൽ അദ്ദേഹം പാടുന്നുണ്ട്. ഏതായാലും സാഹിബേ, ഇത് കൂടുതൽ കവിതയാക്കാൻ കേട്ടോ, താങ്കളുടെ കവിതയാണ്. ആമോദത്തോടെ കഴിഞ്ഞ നേരം എന്ത് പറ്റിയെന്നാ? ഇതൊരു ഓണപ്പാട്ട് കേട്ടിട്ടുണ്ട്, അത് ഇങ്ങനൊന്നും അല്ല. അപ്പോൾ ഒരു കാര്യം പറയുമ്പം ഇതുപോലെ കുലങ്കുക്ഷമായി വിശദീകരണം നടത്തുന്ന ആളുകൾക്ക് ഇത്തരം തെറ്റുകൾ പറ്റാൻ പാടില്ല. ഇനി കവിത നന്നായിരിക്കുന്നു, പാടാനുള്ള അങ്ങയുടെ എന്താ പറയുക, മാധുര്യമേറിയ സംഗീതാത്മകമായ വാക്കുകൾക്ക് നന്ദി. ഇനി ബാക്കി കേൾക്കാം. പറഞ്ഞു സന്തോഷത്തോടെ കഴിഞ്ഞു പോകുമായിരുന്നു. പിന്നെ അപ്പോഴാണ് മുഹമ്മദ് ഈസയുടെ മുന്നിൽ കുടിത്തോട്ടം പെട്ടത്. മുഹമ്മദ് ഈസ ഒരു ക്രൈസ്തവ മതവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം വിശ്വാസം മാറി. എന്നാലും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും കുടുംബങ്ങളും ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നു. നല്ല കാര്യം. നമ്മളെപ്പോലെയൊന്നും ആവശ്യമില്ലാത്തൊരു വിഷയത്തിലും കയറി ചർച്ച ചെയ്യാനോ പറയാനോ ഈസ തയ്യാറല്ല. കൊള്ളാം. അപ്പൊ ഇദ്ദേഹം ഒരു കാര്യം സമ്മതിക്കാം, നമ്മളെപ്പോലെ ഒന്നും ആവശ്യമില്ലാത്ത വിഷയമൊന്നും ഈസ സംസാരിക്കാൻ തയ്യാറാവില്ല. ഈസ ആവശ്യമില്ലാത്ത വിഷയം സംസാരിക്കാൻ തയ്യാറില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഞങ്ങളിത് കൃത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നിങ്ങൾ ഖുർആൻ സംബന്ധിയായ ഒരു കാര്യം ചോദിച്ച ഒരടവുണ്ടായിരുന്നു. ഞാനൊരു പൊതുവിശ്വാസിയായി, എനിക്ക് ഖുർആൻ വലിയ പിടിയില്ല, നമുക്ക് ബൈബിളാണ് വിമർശിച്ചുകൊണ്ടിരിക്കുക. ഇതായിരുന്നു ഒരു തന്ത്രം. അത് ഞങ്ങളങ്ങ് പൊളിച്ചു. അത് ഈ ആവശ്യമില്ലാത്ത വിഷയം. കാരണം ഈ ആശാന് പേടിയാണ് സൈനബിൻ്റെ കല്യാണവും തൗബ എന്ന ക്രൂരമായ അധ്യായം, ഈ അൽബക്കറ എന്ന 2 അധ്യായം
അൽമായിദ തീറ്റപ്പാത്രം എന്ന് പറയുന്ന അടുത്ത അധ്യായം, ഇതിലൊക്കെ പ്രമേയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈസ അവിടെ നെഞ്ചുപൊട്ടി അവിടെ മരിച്ചു വീഴും. അതുകൊണ്ട് ഈസയ്ക്കറിയാം അതിലെ പ്രത്യാഘാതം എന്താണ്. അപ്പോൾ ഈസ അതിന് 2 രീതിയിലാണ് പറയുന്നത്. ഒന്നാമത്തെ പറച്ചിൽ ഈ നമ്മൾ ഈസയുടെ ശൈലി, നമ്മൾ മാന്യമായിട്ട് സംസാരിക്കണം. സംഭാഷണത്തിലൊക്കെ ഒരു മര്യാദ വേണം. സുഹൃത്തെ, മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെ നിങ്ങളുടെ പ്രവാചകൻ ചെയ്തൊരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ എങ്ങനെ അന്യായമാകുമെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിട്ടില്ല. ഇത്തരം ചോദ്യങ്ങളെ ഭയന്ന് അദ്ദേഹം ഖുർആൻ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് രംഗത്ത് വരികയേയില്ല. ഈ തന്ത്രജ്ഞനെയാണ് ഇദ്ദേഹം പറയുന്നത് ആൾ ആവശ്യമില്ലാത്തതും സംസാരിക്കില്ല. വസ്തുതയാണ്. കാരണം ഖുർആൻ മനുഷ്യരാശിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. എത്ര കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ, പരസ്പരം കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ ലൈംഗികമായ അരാജകത്വത്തെ സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ എഴുതി കൂട്ടി ഉണ്ടാക്കിയ ഒരു കിതാബ്. അതിന് മലക്ക് അവിടെ നിന്നെന്നോ മറ്റൊരാൾ ഇവിടെ നിന്നെന്നോ അത് ബറക്കത്തിബിനു നൗഫൽ സാക്ഷീകരിച്ചെന്നോ കുറേ കഥകളുടെ സാക്ഷ്യപത്രമല്ലാതെ ഒരു വിധത്തിലും മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ തെളിയിക്കാനാവാത്ത സങ്കീർണമായ കുറേ കാര്യങ്ങൾ. സത്യത്തിൽ ഈ അധമമായ വിശ്വാസം രൂപപ്പെട്ടതുകൊണ്ട് ആർക്കാ നേട്ടമെന്ന് ചിന്തിച്ചാൽ ഇത് എഴുതിയ പുള്ളിക്ക് മാത്രമാണ്. കാരണം പട്ടിണിപ്പാവം, ജീവിക്കാൻ ഗതിയില്ല. അദ്ദേഹം ഒരു ധനാഢ്യയെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഇത്തരം ആളുകൾ ധനാഢ്യരായ ആളെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ കോംപ്ലക്സ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അദ്ദേഹം ഒരു ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഒരു തോന്നലോ ഓർമ്മയോ ഒക്കെ പറഞ്ഞു പരത്തുന്നു. അത് പാവം കുറേ മനുഷ്യർ അന്നത്തെ വിശ്വസിക്കുന്നു. പിന്നീട് കിട്ടിയ ധീരന്മാരായ കുറേ അന്നത്തെ നാട്ടിലെ ഗുണ്ടകളുടെ സഹകരണത്തോടു കൂടി ഇത് ശക്തിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള കഥകളല്ലേ ഇത്. അതിന് ഞങ്ങൾ എങ്ങനെയാണ് വേറെ ഇത് എങ്ങനെ പറയണം? നിങ്ങൾ പാട്ട് പാടുന്ന പോലെ പറയണം. നിങ്ങളുടെ ഉസ്താദന്മാർ പാട്ട് പാടുന്ന പോലെ ഞങ്ങളിത് പറഞ്ഞിട്ട് ഇത് നല്ലതാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ശ്രേഷ്ഠമായി പോയി. അല്ലെങ്കിൽ മൈക്കിൾ എച്ചുകാർട്ട് പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതയിലുണ്ട്. അതല്ലെങ്കിൽ മഹാരഥന്മാർ കുറേ ഇങ്ങനെ വാഴ്ത്തി ഒത്തിരി പേരുണ്ടെന്ന്. അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അധമപ്രവൃത്തി കണ്ടാൽ അത് അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. മനസ്സിലാകുന്നുണ്ടല്ലോ? അതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അവിടെയാണ് പറയുന്നത് ഈസ ആവശ്യമില്ലാത്ത വിഷയത്തിലൊന്നും ചെന്ന് ചാടൂല. അത് സത്യമാണ്. ഈസയ്ക്ക് അങ്ങനെ ഒരു ചില പ്രായോഗിക ബുദ്ധിയുണ്ട്. ബാക്കിയുടെ കേൾക്കാം. ഈസയ്ക്ക് ബോധ്യമുള്ള വിഷയങ്ങളിൽ വളരെ അവഗാഹമായി ഗാഢമായി സംസാരിക്കുന്നതിന് ഒരു ഭയവും പേടിയും ഒന്നും ഈസയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉണ്ടല്ലോ, പറയാം. പേടിയുണ്ടോ ഇല്ലെന്ന് പറയാം. ഈ ഇതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഇദ്ദേഹത്തിന് അനുകൂലവും എതിരായിട്ടൊക്കെയുണ്ട്. അതിൽ പറഞ്ഞ് ഈസ ഭയങ്കര മാന്യമായി സംവാദം നടത്തുന്ന ആളാണ്. നിങ്ങൾ കോഴിക്കോട് ടൗൺ ഹാളിൽ മുലകുടി സംബന്ധിച്ച് ഈസയ്ക്കെതിരെ ജെറിയൊക്കെ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ആ ഓഡിയൻസിൽ കിടന്ന് ഈസ പക്കാ ഗുണ്ടയെ പോലെ പെരുമാറുന്നത്. മനസ്സിലായില്ലേ? ഞാനത് ആവശ്യമുള്ള ഘട്ടത്തിലെടുത്ത് കാണിക്കാം. അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, ആൾക്കാർക്ക് അറിയാം. ഇത് എന്താണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലെ മാറ്റം വന്നെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കൃത്യമായിട്ട് ആശയം കൊണ്ട് തല്ലി ഒതുക്കിയ ശേഷമാണ് ഈസയ്ക്ക് ചെറിയ മാന്യതയും മാറ്റമൊക്കെ വന്നത്. മനസ്സിലായില്ലേ? എന്തെന്നാൽ അദ്ദേഹം ഓർത്തു ഈ പറയുന്നതല്ലേ അതുകൊണ്ട് സൂപ്പറായ കാര്യമാണ്, ഗംഭീരമായ കാര്യമാണ്. മനുഷ്യനായി പിറന്നവനല്ലോ ന്യായീകരിക്കാൻ പറ്റുമോ? ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അരികിൽ ഒരു മനുഷ്യൻ വരുന്നു. അയാളെ ആങ്ങളയായിട്ട് കാണാൻ, ബ്രദറായിട്ട് കാണാൻ ആ സ്ത്രീ മുല കുടിപ്പിക്കണം എന്നൊക്കെ പറയുന്ന വൃത്തികെട്ട കാര്യങ്ങൾ അതിനെ മുഴുവൻ എടുത്തിട്ട് അത് പരിശുദ്ധമാണെന്ന് പറയുക. ഇത് ഈസയ്ക്ക് സ്പൂൺ ഈസ എന്നൊരു പേര് വീടും. അതെങ്ങനെ വിടാൻ നിങ്ങൾക്കറിയണ്ടേ? ഇസ്ലാമിലൊന്നും ഇല്ലാത്തൊരു ഉപകരണം കൊണ്ടുവന്നു. അന്നത്തെ സ്ത്രീകൾ ഇങ്ങനെ സ്പൂണ് കരുതി വെക്കും, അതിനകത്ത് മുലപ്പാൽ പിഴിഞ്ഞെടുത്ത് കൊടുക്കും. അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, ഈ പ്രസവിക്കാത്ത ആയിഷയ്ക്ക് എങ്ങനെയാണ് മുലപ്പാൽ ഉണ്ടാവുക? ഇപ്പോൾ വേണ്ട, ഞങ്ങൾ ലാസ്റ്റ് ഒരു ഒത്തുതീർപ്പിന് അത് ഈ ജംഗ്ഷൻ മുഹമ്മദ് സാഹിബിനെങ്കിലും ചെന്ന് പരിഹരിക്കാൻ പറ്റണം. സാഹിബേ, ഞങ്ങൾ ഈ സ്പൂൺ വെച്ചൊന്നും പുള്ളിയെ നിങ്ങളെ ഒന്നും പരിഹസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്ത് പഠിച്ചു? ഏതോ ഒരു വിവരം കെട്ട മനുഷ്യന് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് തോന്നിയ ഏറ്റവും ഒരു തമാശ. അതാണ് ഈ പെർവേർട്ടഡ് സെക്സ്. ഇതിൽ വലിയ അത്തരത്തിലൊക്കെ പോയി മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. സ്വന്തം ഭാര്യ ഇങ്ങനെ ചെയ്യുന്ന കണ്ട് അദ്ദേഹം ചിരിച്ചെന്നു. അതിനകത്ത് ഊരി ചിരിച്ചു. ഇത്തരം മനുഷ്യനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് നിർവഹിക്കാൻ ഈസ പറയുന്നത് അത് നമ്മുടെ കണ്ണിലൊക്കെ ലേപനം ചെയ്യാൻ മുലപ്പാൽ ഒഴിക്കുന്ന പഴയ ചികിത്സാ രീതി പോലെ മാത്രമേ ഉള്ളൂ. 10 വട്ടം കുടിപ്പിക്കുക, 5 വട്ടം കുടിപ്പിക്കുക എന്നൊക്കെ കുറേ കർമ്മങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത്രമാത്രം അശ്ലീലമാണ് അതൊക്കെ. അപ്പോൾ ഇത് തീർക്കാനൊരു വിഷയമുണ്ട്. നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് ഈ സഹോദരനെ ആക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ വീട്ടിലേക്ക് മുഹമ്മദ് ഈസ ഈ ജംഗ്ഷൻ മുഹമ്മദ് സാഹിബിൻ്റെ വീട്ടിലേക്ക് എത്തി. ഞാൻ പറയാൻ തെറ്റിദ്ധരിക്കല്ലേ. കാരണം നിങ്ങൾ പറയും കുരുത്തോട്ടം വന്നിട്ട് ഏതാണ്ട് അധമമായ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ പറയും ഇത് അധമമായ കാര്യമാണെന്നെങ്കിൽ സമ്മതിക്കും. പക്ഷേ ഏതാ ഈ പ്രവൃത്തിയായി പറയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് മുഹമ്മദ് ഈസയെ നിങ്ങളുടെ ഭാര്യയുടെ സഹോദരിയാക്കുന്നതെന്ന് പറ. അതോ എന്തുകൊണ്ടല്ലേ ആ മാർഗം ഉപേക്ഷിച്ചു?
ഏതായാലും അത് സുന്നത്താണ്, നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ. എന്തുകൊണ്ടത് ഉപേക്ഷിച്ചു? സ്പൂണ് കൊടുക്കാറുണ്ടോ? നിങ്ങൾ ഉടനെ പറയുമോ, ദടി വന്നിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, സ്പൂൺ എടുത്തിട്ട് സോറി, ഞാനിതൊന്നും പറയാൻ ആഗ്രഹിച്ചു വന്നല്ല. അപ്പോൾ വേറൊരു കാര്യം കൂടി, ഇതൊക്കെ മോശമാണ് അനിൽ മുഹമ്മദ് സാഹിബെ. പറ്റുന്ന പണിയൊക്കെ ചെയ്യാവുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പറ്റുന്ന പണിയേ പോകുള്ളൂ. ഈ ചിരിയൊക്കെ ചിരിച്ച് നിങ്ങൾ ചെയ്യുന്ന കുറേ വീഡിയോ ഉണ്ട്, അതൊക്കെയാണ് തുടർന്നാൽ പോരെ സാഹിബേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണോ ഇത്തരം കേൾക്കാൻ വേണ്ടി? നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ തന്നിരിക്കും. നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണിപ്പോൾ. ഞാൻ ഇതേ വിഷയത്തിലേക്കൊന്ന് വരാം. കാരണം മുഹമ്മദ് ഈസ ഇസ്ലാമിന് കൊടുത്ത വലിയ സംഭാവനയുള്ളൊന്നാണ് ഈ സ്പൂണ്. ഈ സ്പൂണ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീ മുലപ്പാൽ ശേഖരിച്ച് നേരെ വരുന്നൊരു അതിഥിക്ക് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടി തന്നെ പറയട്ടെ, അങ്ങയോടും അങ്ങയുടെ കുടുംബത്തിലുള്ള സഹോദരങ്ങളോടും എല്ലാം ക്ഷമാപണം നടത്തിക്കൊണ്ട് ഈ കാട്ടറവിയുടെ വിവരദോഷത്തിന് മാപ്പാക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മുഹമ്മദ് ഈസയോ മറ്റൊരാളെയോ, അല്ലെങ്കിൽ നിങ്ങൾ മുഹമ്മദ് ഈസയുടെ വീട്ടിലേക്ക് ചെന്നാൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഞാൻ അങ്ങനെ ചുരുക്കുകയാണ്, നിങ്ങളെ സഹോദരിയാക്കുന്നത്? നിങ്ങൾ അവിടെ നിൽക്കുമോ ഇങ്ങനെ സഹോദരിയാകാൻ? നിങ്ങൾ മാന്യനാണ്, അതിന് തുനിയോ? നിങ്ങൾ വിലക്കില്ലേ അതിനെ? നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഇതേ വിധത്തിൽ സാഹോദര്യത്തിന് വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾ എന്തിനാണത് ഉപേക്ഷിച്ച്? ഇനി മുലപ്പാൽ നൽകാൻ നിർവാഹമില്ലാത്തൊരു സഹോദരി എങ്ങനെയാണ് മറ്റൊരാളെ സഹോദരനാക്കുന്നത്? അതിന് വല്ല വിദ്യയുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം സഹോദരിയോ സഹോദരനോ അല്ലാത്തൊരാളിനെ സാഹോദര്യ ബന്ധത്തിലേക്ക് നമ്മൾ കൈക്കൊള്ളാൻ നമ്മുടെ മാനസികമായ ഒരുക്കം തന്നെ ധാരാളം മതി. അങ്ങനെയാണ് നമ്മൾ പരസ്പരം കാണേണ്ടതും ബഹുമാനിക്കേണ്ടതും. ഇത്തരം ഒരു ചെറിയ പാഠം വൃത്തിക്ക് പഠിപ്പിച്ച് തരേണ്ടതിന് പകരം വീട്ടിലിരിക്കുന്ന സ്ത്രീയെ, വീട്ടിലേക്ക് കയറി വരുന്ന ഒരു മനുഷ്യനെ സഹോദരനാക്കാൻ വേണ്ടി മുലപ്പാൽ കൊടുക്കണം. അത് സ്പൂണോ അണ്ടാവോ എന്തോലും ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞിട്ട് അത് നബിചര്യയാണ്, ശ്രേഷ്ഠമാണ്, മഹത്തരമാണ് എന്നൊക്കെ പറയുക. മുലകുടി ഹദീസുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ദീർഘ ചർച്ചകളൊക്കെ നടന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം വാദങ്ങളെ പൊളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല, തിരക്ക് കാരണം. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതൊക്കെ പ്രസംഗങ്ങളുടെ തിരക്കുള്ള ഒരു സമയമാണ്. ഇന്ന് തന്നെ ഈ ആഗസ്റ്റ് 15 വൈകിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്കളുടെ വീഡിയോ വന്ന് കണ്ടപ്പോഴേ ഇതൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് താങ്കൾക്കൊരു മറുപടി അർഹിക്കുന്നു എന്നതുകൊണ്ട് തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളീ പറയുന്ന കേവൻ, അല്ലെങ്കിൽ നിങ്ങളും കൂടെ ചേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇസ്ലാം ഇത് എവിടെയെങ്കിലും നിർത്തിയതിൻ്റെ കാരണം പറയണം. മുഹമ്മദ് നിങ്ങളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ സഹ്ലാ ബീബിയോടും അതുപോലെ തന്നെ ആയിഷയോടും ഒക്കെ പറഞ്ഞ ഈ മഹത് കർത്തവ്യം നിങ്ങൾ നിർത്തിക്കളഞ്ഞെന്താണ്? സ്പൂൺ ഉപയോഗിച്ചോ എങ്ങനെയാകട്ടെ സഹോദരനായി മറ്റൊരാളെ കാണാൻ നിങ്ങൾ പഠിപ്പിക്കുന്ന അധമമായി മാർഗം, അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടല്ലേ? അത് പറയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടല്ലേ? ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ ഇത്തരത്തിലെ കാര്യങ്ങൾ? അപ്പോൾ അത് പറയുന്ന ഞങ്ങൾ എന്തോ കുഴപ്പം പിടിച്ച മനുഷ്യർ വിദ്വേഷം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതെങ്ങനെയാണ് നിങ്ങളുടെ നബി കാണിച്ചു തന്ന മാതൃകാപരമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നിർത്തലാക്കി കളഞ്ഞത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ വിദ്വേഷമാകുന്നത് എന്തിന്? പറയൂ സാറേ, അതിന് മറുപടി വേണ്ടേ? വേണ്ട. അങ്ങ് പറയുന്നു അൽക്കുടത്തോടത്തിന് അങ്ങേറെ ന്യായമുണ്ട്. താങ്കളെ ന്യായം പറയൂ. അതെങ്ങനെയാണ് നിങ്ങൾ നിർത്താൻ? ആര് തന്നു നിങ്ങൾക്ക് അധികാരം? ആര് തന്നു നിങ്ങൾക്ക് അവകാശം? നിങ്ങൾ അനിസ്ലാമികമല്ലേ അത് നിർത്തിയാൽ ചിന്തിക്കുന്നത്? ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടീസിങ്ങിൻ്റെ ശൈലി എങ്ങനെയാണ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണ്ടേ? താങ്കൾ നിഷ്പക്ഷ മതിയല്ലേ? നിഷ്പക്ഷ വേദികളിൽ ചർച്ച ചെയ്യുന്ന ആളല്ലേ? ബാക്കി കേൾക്കാം താങ്കളുടെ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ കൊടിത്തോട്ടവുമായി ബന്ധപ്പെട്ട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ കൊടിത്തോട്ടത്തിന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി ഈസ അങ്ങ് വിടാറാണ് പതിവുള്ളത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറുവശത്ത് ചർച്ചയ്ക്ക് വരുന്ന പലരും ചിലരുടെയൊക്കെ വീഡിയോ അയച്ചതെന്ന് മറുപടി പറയണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തമാശ തോന്നാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു കാര്യവുമില്ലാതെ ഒരു റീച്ചിനും ഒരു പബ്ലിസിറ്റിക്കും ഒരു വരുമാനത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു നേട്ടത്തിനും വേണ്ടി മാത്രം ഒരർത്ഥവുമില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങള് ഈശോയുടെ അടുത്തോട്ട് കെട്ടിക്കേറി ചെന്നു, മറുപടി പറയണം. ചില നേട്ടങ്ങൾക്കാണ്, സോഷ്യൽ മീഡിയ ഇൻകമാണ് ഉദ്ദേശിക്കുന്നത്. ഈ നേതാവോ അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ഈസയ്ക്ക് ഒന്നും യൂട്യൂബ് ചാനൽ ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ പണമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുക്കാൻ തോന്നും. ഇത് കൊള്ളാം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പറയേണ്ടതെന്ന് സത്യത്തിൽ കഷ്ടം തോന്നുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം താങ്കളോട് പറയാം. ഞാൻ കെട്ടിക്കീറി മുഹമ്മദ് ഈസയുടെ അടുത്ത് ഒരു ചർച്ചയ്ക്കും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്തിട്ടില്ല. ഒന്ന് പരിചയപ്പെടാൻ പണ്ടൊരിക്കൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. 2 തവണ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നു. എനിക്ക് സത്യത്തിൽ ഇസ്ലാം സംവാദം താല്പര്യമില്ലാത്ത ഒരു മേഖലയാണ്.
ഞാൻ ശ്രീ അനിൽകുമാർ അയ്യപ്പനോടും വർഗീസ് സാമുവിനോടും ഒക്കെ തന്നെ കലഹിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. അവരവരുടെ എനിക്കിതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല, ഇതിനകത്തെ സംഭവങ്ങളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. അങ്ങനെ ഞാനും അനിൽകുമാർ അയ്യപ്പനും ദീർഘനാളുകൾ സഹകരിക്കാതെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഒരിക്കൽ മഞ്ചേരിയിലെ മാർക്കസുൽ ബിഷാറയിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. ഞാനൊന്നും നിങ്ങൾ ബൈബിൾ പഠിക്കുന്നത് എന്തിനാണ്, ഈ ഖുറാനും പഠിച്ച് അവരെ പുറകെ പോകണോ എന്ന് ചോദിച്ചൊരു മനുഷ്യനാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. എന്ന വാസ്തവത്തിൽ ഇസ്ലാം സംവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് സാക്ഷാൽ മുഹമ്മദ് ഈസയാണ്. മുഹമ്മദ് ഈസ നിമിത്തമാണ് ഞാൻ സത്യത്തിൽ ഒരു ഇസ്ലാം വിമർശകനായത്. നിങ്ങൾ നിമിത്തം നിങ്ങൾ പറഞ്ഞല്ലോ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു. വിദ്വേഷമല്ല സാർ, ഉള്ളത് പറയുന്നു. വിദ്വേഷം ഉണ്ടായേക്കാം, ഇല്ലെന്നൊന്നും പറയാൻ വയ്യ. അതിൻ്റെ കാരണം നിങ്ങളുടെ മുഹമ്മദിൽ നിന്ന് എത്ര അരിച്ചു കുണിച്ചു പഠിച്ചിട്ടും ഒരു നന്മയും കണ്ടെത്താൻ കഴിയാതെ പോയ ഒരു എൻ്റെ ഭാഷ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. ആ പദം തന്നെ ഉപയോഗിക്കാം. നിങ്ങളെങ്കിലും പറഞ്ഞു തരൂ, ഈ മുഹമ്മദിൻ്റെ നന്മ എന്താണ്? 10 നന്മ ഞാൻ ചോദിച്ചിട്ട് വല്ല മറുപടി ആരെങ്കിലും പറഞ്ഞോ? എവിടെയെങ്കിലും ഉണ്ടാ? ഇപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞു, മുഹമ്മദ് ഈസയെന്ന് കേൾക്കുന്നിടത്ത് ഞങ്ങൾ ഓടി ഒളിക്കും. അല്ല സാർ, മുഹമ്മദിൻ്റെ 10 നന്മ ചോദിച്ചാൽ മതി, നിങ്ങൾ വീട്ടിൽ പോകും. നിങ്ങൾ അന്നേരം കയറിപ്പോകും. നിങ്ങൾ ഇടയ്ക്കൊന്ന് പറയാനൊക്കെ ശ്രമിച്ചല്ലോ, വല്ലതും നടന്നോ? നിങ്ങൾ എവിടെ നന്മ പറഞ്ഞു മുഹമ്മദിൻ്റെ? നിങ്ങളൊന്ന് ശ്രമിച്ചായിരുന്നല്ലോ. ഹാരിസ് മദനി ഒരു ഉടായ്പൊക്കെ ആയിട്ട് വന്നു. അദ്ദേഹം നന്മ പറയാൻ പോവാണ്. അതിനു മുമ്പ് ഒരു ഉപാധി അനിൽക്കുളത്തോട്ടോ യേശുവിൻ്റെ 10 നന്മ പറയണം. അപ്പം ഞാൻ അതിന് തീർപ്പ് വെച്ചു. ഹാരിസ് മദനി സാഹിബ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു നന്മ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങളൊരെണ്ണം ഇങ്ങോട്ട് പറയണം. അല്ല ഇത് മുഴുവൻ ഇന്ന് കേട്ടിട്ട് കാരണം എൻ്റെ ചലഞ്ചല്ലേ, ഞാൻ വെച്ചത് ഏറ്റെടുക്കല്ലേ നിങ്ങൾ. അതിൻ്റെ ഉപാധി ഇങ്ങനെയാണോ? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു നന്മ പറയുമ്പോൾ മുഹമ്മദിൻ്റെ തത്തുല്യമായ അളവിൽ ഒരു നന്മ നിങ്ങൾ ഇങ്ങോട്ട് പറയണം. ഞാൻ അങ്ങ് തുടങ്ങി വെക്കാം. അല്ല ഞാൻ 5 എണ്ണം പറഞ്ഞിട്ട് നിങ്ങൾ 5 എണ്ണം പൂരിപ്പിച്ചാൽ മതി. ആശാൻ ഓടിയ വഴിക്ക് ഇതുവരെ പുല്ലുകളെത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല. ഇല്ലാത്ത നന്മ, ഇല്ലാത്ത മാതൃക എവിടുന്ന് പറയും? ഇപ്പോഴും ചില ആളുകൾ, ചില സഹോദരന്മാർ, ആദ്യമായി എൻ്റെ വീഡിയോ കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാർ ഇതിൽ പോലെ വന്നിട്ട് പറയും, സാർ നിങ്ങൾ ഇങ്ങനെ പറയരുത്, മോശമാണ്, ഞങ്ങളേറെ ബഹുമാനിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറയും, ഞാനും ബഹുമാനിക്കാം. ഞാൻ ബഹുമാനിക്കാൻ കാരണത്തിന് അദ്ദേഹത്തിലെ ചില മാതൃകകൾ ഉടനെ പറയാൻ അദ്ദേഹം പഠിപ്പിച്ചു. എനിക്ക് പഠിപ്പിച്ചേ കേൾക്കണ്ട. അദ്ദേഹം എന്ന മനുഷ്യൻ മാതൃകയായി തീർന്ന ഘടകങ്ങൾ 1 by 1 ആയിട്ടൊന്ന് പറയാം. 10 എണ്ണം അത് ചോദിച്ചു. അപ്പോഴും പറയും, ഉറുമ്പുകൾ കഴിയുമ്പോൾ അവിടെ തീയിടരുതെന്ന് പറഞ്ഞാൽ പറഞ്ഞത് വിട് സാർ. എനിക്ക് വേണ്ടത് അദ്ദേഹം എങ്ങനെ ജീവിതത്തിൽ പെരുമാറി, അദ്ദേഹം എങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം എങ്ങനായിരുന്നു. ഒരിക്കൽ ആയിഷയുടെ അരികിൽ ആരോ ചോദിച്ചു. ആയിഷ പറഞ്ഞു, അദ്ദേഹം ഒരു ജീവിക്കുന്ന ഖുറാനാണ്, ഖുറാൻ പോലെയാണ്. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ഞാനും പറയുന്നത്. അദ്ദേഹം വാസ്തവത്തിൽ ഒരു അൽബക്കറയാണ്, അദ്ദേഹം വാസ്തവത്തിൽ ഒരു തൗബയാണ്, അദ്ദേഹം വാസ്തവത്തിൽ ഒരു തഹരീമാണ്, അദ്ദേഹം വാസ്തവത്തിൽ അൽ അദ്സാബാണ്. അല്ലാതെ എന്തുവാണ് അവിടെയൊക്കെ കാണുന്ന വിധത്തിലെ ക്രൂരത, പൈശാചിക കർമ്മങ്ങൾ, പെർവേർട്ടഡ് സെക്സ്, ഇതല്ലാതെ വേറെന്താണുള്ളത്? ലോകത്തൊരു സാധാരണ മനുഷ്യൻ ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തിഹീനമായ കാര്യങ്ങൾ അദ്ദേഹം സഞ്ചരിക്കുന്ന ഖുറാനാണ്, ജീവിക്കുന്ന ഖുറാനാണ്. ഇതേ എനിക്ക് തോന്നിയുള്ളൂ. ഇപ്പോൾ ചിലർ പറയും, പഠിക്കേണ്ട സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ ഖുറാൻ പഠിച്ചില്ല. പഠിക്കേണ്ട സ്രോതസ് ഏത് വായിക്കൊള്ളട്ടെ, പക്ഷേ ഇതിനകത്ത് ഈ മാനസപുത്രൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയത് പഠിക്കേണ്ട സ്രോതസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ അതല്ലാതാകുമോ? അല്ലെങ്കിൽ ഹദീസുകളിലേക്ക് ചെല്ലുക, ആ ഹദീസുകളിൽ കാണുന്ന വൃത്തികേടുകളില്ലേ, അത് അല്ലാതെയാകുമോ? പഠിക്കേണ്ട സ്രോതസ്സിൽ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നേരെ മാറിപ്പോകുമോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം ഞങ്ങൾ തിരിച്ച് ചോദിക്കേണ്ടി വരുന്നത് ഇങ്ങനെയാണ്. ഇനി മുഹമ്മദ് ഈസ നിമിത്തം ഞാൻ സംവാദ മേഖലയിൽ വന്നു എന്ന് പറഞ്ഞല്ലോ. എൻ്റെ കാരണം പറയാം. മുഹമ്മദ് ഈസ ഈ തൃത്വമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോളടിച്ച് നിൽക്കുന്നൊരു കാലമാണ്. ഞാനതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ വഴിക്ക് ക്രൈസ്തവരെ എൻ്റെ അറിവും പ്രാപ്തിയും പോലെ തൃത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന കാലം. അപ്പോൾ പലരുടെ വീഡിയോകൾ എടുത്തിട്ട് 10 പേർ തൃത്വം വിശദീകരിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന രൂപേണ മുഹമ്മദ് ഈസ ഒരു വീഡിയോ പുറത്തിറക്കി. അപ്പോൾ എനിക്കൊരാളിത് അയച്ചു തന്നു. അപ്പം ഞാൻ മുഹമ്മദ് ഈസയെ വിളിച്ചു. മുഹമ്മദ് ഈസ, ഇത് ദയവായിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കി, കാരണം ഞാനിങ്ങനെ ഇതിനകത്തോട്ടൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. കിടക്കട്ട സുഹൃത്തെ, അത് വേണം, അല്ല വേറെ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ആശയപരമായി ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒത്തിരി ഇല്ലേ, അതൊക്കെ തീർക്കും. ഇത് ക്രൈസ്തവരുടെ ആഭ്യന്തര പ്രശ്നമല്ലേ? തൃത്വം മനസ്സിലാകാതെ അങ്ങ് പോയതല്ലേ? അങ്ങ് പോയിട്ടൊരു സ്ഥലത്ത് ചെന്നല്ലോ. ഇനി ആ സ്ഥലത്തിൻ്റെ ഗുണഗണങ്ങൾ ഞങ്ങളോട് പറ, അതല്ലേ വേണ്ടത്. അതങ്ങനല്ല, ഇങ്ങനെയാണ്, എൻ്റെ ഗ്രന്ഥത്തിനാരും മറുപടി തന്നിട്ടില്ല, അത് ഇന്നിവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാനേ അങ്ങനെയാണ്, ഞാനൊരു പണിയില്ല. എനിക്ക് ഖുറാനെ പറ്റി, മുഹമ്മദിനെ പറ്റി, ഇസ്ലാമിനെ പറ്റി, അയ്യോ ഞാൻ ഖുറാനും, ഞാൻ പൊതുവിശ്വാസിയല്ലേ, എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇത് പറഞ്ഞു. അപ്പം ഞാനും മുഹമ്മദ് ഈസോട് പറഞ്ഞു, എനിക്കും ബൈബിളിനെ പറ്റി വലിയ അറിവില്ല, ഒരു സാമാന്യഗ്രാഹ്യം, അതേ ഞാൻ ഇപ്പോഴും പറയാറുള്ളൂ. ഞാൻ ബൈബിൾ പണ്ഡിതനല്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ അറിവിനപ്പുറത്തൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഇനി മുഹമ്മദ്, ഇസ്ലാം, ഖുറാൻ അവയെപ്പറ്റി പഠിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ പുറത്തേക്കിടും.
ഇത് ഇട്ട് കഴിയുന്നതോടെ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയുള്ള കാലഘട്ടം 3 കൊല്ലം മുമ്പ് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹമ്മദിനെ പറ്റിയാകും, ഇസ്ലാമിനെ പറ്റിയാകും, ഖുറാനെ പറ്റിയാകും. മുഹമ്മദ് ഇസ്ലാം അത്രയും പ്രതീക്ഷിച്ചില്ല. ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തി, അതിവേഗത്തിലെത്തി. ഞാൻ അപ്പോഴൊക്കെ പറയുന്നുണ്ട് ഈസയാണ് കാരണം, എനിക്ക് താല്പര്യമില്ല. ഇപ്പോഴും പറയുന്നു, എനിക്കിപ്പോഴും ഇതിൽ താല്പര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾക്ക് എന്നോടുള്ള വൈരുദ്ധ്യത്തിനും എന്നോടുള്ള ഇത്തരത്തിലെ പകയ്ക്കും വിദ്വേഷത്തിനും ഒക്കെ നിന്ന് കൊടുക്കാൻ എനിക്കും ദുഃഖമുണ്ട്. കാരണം ഞാൻ ഏറെ സ്നേഹിക്കുന്നൊരു സമൂഹമാണ്, എന്നെ സ്നേഹിക്കുന്നൊരു സമൂഹമാണ്. ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് ആ മേഖലയിലുണ്ട്. ഒന്ന് ഉറപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഹിന്ദു സമൂഹത്തിനുള്ളതിനേക്കാൾ അധികം സുഹൃത്തുക്കൾ എനിക്ക് ഇസ്ലാമിൽ നിന്ന് ഇപ്പോഴും ഉണ്ട്. അവർക്ക് എന്നെ അടുത്തറിയാം, എൻ്റെ രീതിയും അവർക്കറിയാം, ഈ കാരണവും അവർക്കറിയാം. മാത്രമല്ല ചില ആളുകൾ ഇതിനകം ഇസ്ലാം വിട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർ അങ്ങ് വരാമെങ്കിൽ, അങ്ങ് ഒരു നിഷ്പക്ഷമതിയാണ് എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ നിമിത്തം ഇസ്ലാം വിട്ടവരെ താങ്കൾക്ക് കാണിച്ചു തരാം, ഇഷ്ടം പോലെ കാണിച്ചു തരാം. അത് കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഈ പണി നിർത്തിയേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അവരോട് പറഞ്ഞു, സുഹൃത്തെ ആദ്യമൊക്കെ നിങ്ങളോട് എനിക്ക് പരിഭവം തോന്നി, പക്ഷേ ഞങ്ങൾ ആഴത്തി പഠിച്ചപ്പോൾ അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരാളായി തോന്നിയിട്ടില്ല അദ്ദേഹം തോന്നി. താങ്കൾ വരും, താങ്കൾക്ക് അദ്ദേഹത്തെ അവരെ തിരിച്ചു കൊണ്ടുപോകാമെങ്കിൽ അങ്ങ് കൊണ്ടുപോകും, യാതൊരു വിഷയമില്ല. ഞാൻ അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മനസ്സിലായില്ല? അതിൽ ഒരാളാണ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് സ്വന്തം താല്പര്യത്തിൽ സ്നാനപ്പെടാനായിട്ട് പോകുന്നത്. മനസ്സിലാക്കണം. ബാക്കി ആരും വന്നിട്ടില്ല. ചിലർ അത് വഴി പോയിട്ട് നമ്മുടെ എസൻസിൻ്റെ ഒക്കെ ഭാഗമായി മറ്റു പല രീതിയിൽ പോയി അവർ ഇസ്ലാം വിട്ടു. കാരണം അപകടകരമായ ഒരു വിശ്വാസധാര അവർ പുൽകുന്നതിൽ അപകടം അവർ തിരിച്ചറിഞ്ഞു. അതാണ് കാരണം. അതിന് ഉത്തരവാദി മുഹമ്മദ് ഈസയാണ്. ഇനി ഞാനിതിലേക്ക് വരുമായിരുന്നില്ല, എൻ്റെ ലക്ഷ്യവും ഇതായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുൻകാല പ്രസംഗങ്ങൾ എടുത്തു നോക്ക് സുഹൃത്തെ. ഞാൻ പൊതുവിലൊന്ന് പ്രസംഗിക്കുമ്പോൾ മുഹമ്മദിനെ പറ്റി പറഞ്ഞ കാര്യമുണ്ട്, അത് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങളോട് ചോദിക്കാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമേ ഈ നാവ് കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഉച്ചരിച്ചിട്ടുള്ളൂ. എന്നെപ്പോലെ ഒരാൾ ഇങ്ങനെ വിളിക്കേണ്ടി വന്നത് നിങ്ങളെപ്പോലെയുള്ള ഇത്തരം ആളുകൾ നിമിത്തമാണ് എന്ന് ഞാൻ കർശനമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മതഗ്രന്ഥത്തിന് നിങ്ങൾ തരുന്ന ബഹുമാനം എന്നാൽ കഴിയുന്ന വിധം തന്നു മാത്രം പൊതുരംഗത്തിടപെട്ടിട്ടുള്ള ഒരാളാണ്. കാരണം ഞാനത് എൻ്റെ സുഹൃത്തുക്കളുടെ മതമാണ്. എന്നോട് കൂടെ ഭക്ഷണം കഴിച്ച, ഞാൻ കൊടുത്ത ആഹാരം കഴിച്ചിട്ടുള്ള, അവരുടെ പക്കൽ നിന്ന് ഞാൻ വാങ്ങി കഴിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ വിശ്വാസമാണത്. എനിക്കതിനെ അപവസിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ വെറുതെ ഇരുന്ന എന്നെ കാരണം കൂടാതെ അരുത് എന്ന് പലവട്ടം പറഞ്ഞിട്ടും വിളിച്ചതിനെത്തേക്ക് ഇറക്കിയ ചരിത്രം താങ്കൾക്കറിയാം. അതുകൊണ്ട് അങ്ങ് പഠിച്ചിട്ട് അങ്ങേപ്പോലെ ഒരാൾ നിഷ്പക്ഷനായി നിന്നുകൊണ്ട് ഞങ്ങൾക്കിടയിൽ മാധ്യസ്ഥം വഹിക്കേണ്ട ഒരാളായിരുന്നില്ലേ? ഞാനീ പറയുന്നത് താങ്കൾ നമ്മളൊക്കെ ഏതാണ്ട് ഒരേ പ്രായം, ഒരു പക്ഷേ താങ്കൾക്ക് എന്നേക്കാൾ പ്രായം കുറവായിരിക്കാം. നമ്മളെക്കാൾ മുതിർന്ന ഒരു പക്വതയായ ഒരാളിനോട് ചോദിക്കുക, കൊടുത്തോട്ടെ ഈ പറയുന്നത് ശരിയല്ലേ? ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഇതിനകത്തേക്ക് വലിച്ചിഴച്ചതല്ലേ? ഇത് ആവശ്യമില്ലാത്ത വിധത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ കാരണമായത് എന്ന് നിങ്ങൾ ഒരാത്മപരിശോധന നടത്താൻ തയ്യാറാകുമെങ്കിൽ നല്ലത്. പിന്നെ എന്നോടുള്ള പകവുണ്ട്, താങ്കൾക്ക് ഇങ്ങനെ വല്ലടിച്ചും കുറേ കാര്യങ്ങൾ സംസാരിക്കാം. അതിലൊന്നും ഞാൻ വലിയ ഗൗരവം കാണുന്നില്ല. കാരണം താങ്കളെപ്പോലെ ഒരുത്തരം തെറ്റുകളെ ന്യായീകരിച്ച് പോകുന്നു. ഇനി മറ്റൊരു കാര്യം, സാറ് പറഞ്ഞ ബാക്കി കൂടി നമുക്കൊന്ന് വിശകലനം ചെയ്തു പോകേണ്ടതുണ്ട്. മുഹമ്മദ് ഈസ നിമിത്താണ് ഞാൻ ഈ സംവാദവേദിയിലേക്ക് വരുന്നത്. ബാക്കി കഥകൾ നമുക്ക് ക്രമേണ പഠിക്കാം. സാറ് പറയൂ. സംസാരിച്ചു പോകുന്നവരോടൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ അങ്ങ് വിടാറാണ് പതിവ്. പക്ഷേ ഈസ അങ്ങനെ വിടാൻ തുടങ്ങിയപ്പോ നമ്മുടെ കൊടിത്തോട്ടത്തിന് വല്ലാത്ത ഏളുതരവായി. പിന്നെ കൊടിത്തോട്ടം ഈസയെ അങ്ങ് വെല്ലുവിളിക്കാൻ തുടങ്ങി. ഈസയെ കണ്ടവരുണ്ടോ? ഈസ ചോദിക്കും, ഞാൻ കൊടുക്കും. ഈസ പൂ ചോദിക്കും, ഞാൻ പൂന്തോട്ടം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനൊന്നും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഒന്നാമത് ഈ വീഡിയോയിൽ പറയുന്നത് ഈസ ചോദിക്കും കൊടുക്കും, അതൊരു ക്യാപ്ഷനാണ്. പൂന്തോട്ടത്തിൻ്റെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ചെറിയ കാര്യത്തിലൊന്നും നമ്മൾ വ്യാകരണം നോക്കുന്നില്ല, അത് വിട്ടേക്ക്. ഈസയെ കണ്ടവരുണ്ടോ, അക്ബർ സാഹിബിനെ കണ്ടവരുണ്ടോ എന്നൊക്കെ ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് സത്യമല്ലേ? കറക്റ്റല്ലേ? കറക്റ്റാണത്. ഇവർക്കൊരു പൊതുരംഗത്ത് വന്ന് സംവാദം നടത്താനുള്ള ത്രാണിയൊന്നുമില്ല സാഹിബേ. ഞാനത് താങ്കൾ പറയുന്നത് ഞാനാണ് മാറുന്നത്. അല്ല സാഹിബേ, അങ്ങൊരു നിഷ്പക്ഷമതിയല്ലേ? നിങ്ങൾ മുഹമ്മദ് ഈസയെ ഇതുപോലൊരു ചർച്ചയ്ക്ക് അഭിമുഖം കൊണ്ടുപോകാൻ താങ്കൾ മോഡറേറ്റർ, എനിക്ക് വിശ്വാസമാണ്. ബൈബിൾ സംബന്ധിയായ ചർച്ച, ഖുർആൻ സംബന്ധിയായ ചർച്ച വ്യവസ്ഥയുണ്ട്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഒരു പുസ്തകമായിട്ട് തന്നെ ചർച്ചയ്ക്കില്ല. 2 വിഷയത്തെക്കുറിച്ചും ചർച്ച വേണം. താങ്കൾ മധ്യസ്ഥനായിട്ടിരിക്കും. ഓടുന്നത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അദ്ദേഹം അവിടെ ഉരുണ്ട് കളിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഇതിപ്പരം എന്താ വേണ്ടത്? ഇതിപ്പരം വല്ലതും വേണോ? ഇതിപ്പരം ഇങ്ങനെ പറയാനൊരു ധൈര്യം നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് കാണിച്ചു തരാമോ? അങ്ങേരാണ് ഓടുന്നത്. അത് എവിടെയാണ്? ഒരു പൊതുരംഗത്ത് ഇങ്ങനെ ഡിബേറ്റിന് വന്ന അടുത്ത കാലത്തെല്ലാം വന്നിട്ടുണ്ടോ?
വരില്ല. അക്ബർ സാഹിബ് വന്നിട്ടുണ്ടോ? ഞങ്ങൾ കാര്യം പറ്റില്ല ചോദിക്കുന്നത്. ഞങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ യുക്തിയുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം എന്താണ്? ഈ നാട്ടിലെല്ലാം നിങ്ങൾ ഈ പോസ്റ്റർ കണ്ടിട്ടുണ്ടോ? ഇസ്ലാം വെല്ലുവിളിക്കുന്നു, ആശയ സംവാദത്തിൽ ഇസ്ലാം തയ്യാർ എന്ന രൂപേണ നോട്ടീസ് അടിച്ച് ഇവിടെ മുഴുവൻ ഒട്ടിച്ച് ആളുകളെ മുഴുവൻ ഇളക്കി ഈ നിന്ന് പ്രസംഗിക്കുന്ന അക്ബർ സാഹിബിന് ഇനി അതിന് കഴിയില്ല. അതേ പറഞ്ഞുള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും വിളിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ മുഹമ്മദ് ഈസിയോ MM അക്ബറോ ഞങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ച് സാക്ഷാൽ അനിൽ മുഹമ്മദോ മുജാഹിദ് വാലിശ്ശേരിയോ, അദ്ദേഹം സുഖമില്ലാതിരിക്കുന്നു, ബാക്കി ആളുകൾ നിങ്ങളിൽ നിന്ന് ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇസ്ലാം ക്രൈസ്തവ വിഷയം ഒരു വേദിയിൽ ചർച്ച ചെയ്യാം. ഇത് വീണ്ടും വെല്ലുവിളി. ഇത് വെല്ലുവിളി കേട്ടിട്ട് നിങ്ങളുടെ ഈ മുജാഹിദ് വാലിശ്ശേരി വിളിക്കുന്ന പോലൊന്നും അല്ല ഇത്. നമുക്ക് മറൈൻ ഡ്രൈവിൽ കൂടാം, കോട്ടയത്ത് കൂടാം, അല്പം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓടി വഴിക്ക് പുല്ല് കിളുത്തിട്ടില്ല. നിങ്ങൾ ഇത് തന്നെ ചിന്തിച്ചു നോക്കും. നിങ്ങളുടെ ആളുകൾ വെല്ലുവിളിക്കും, ഞങ്ങൾ വെല്ലുവിളി സ്വീകരിക്കും. പിന്നെ ആ വഴി ഒരാളെ കാണാനില്ല. മുഹമ്മദ് ഈസയുടെ കൂട്ടുകാരൻ ഹംസ സാഹിബ് എന്താ ചെയ്യുന്നറിയണ്ടേ? നൗഷാദ് മൗലവി എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾക്കടുത്ത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു വന്നു. വളരെ തന്ത്രശാലിയായിട്ട് എൻ്റെ ഈ നമ്പർ ഒപ്പിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, പോകല്ല, പേടിപ്പിച്ച് കളഞ്ഞു. പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവർ നിങ്ങളെ ക്രൈസ്തവർ കയ്യേറ്റം ചെയ്യും, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചാൽ പോകുന്നത്. ഇദ്ദേഹം തന്നെ അടിച്ച പോസ്റ്റർ അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിച്ചാട്ടോ, ഞാൻ അങ്ങോട്ട് പോയതല്ല. അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു, പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തു, കോട്ടയത്ത് ഹാള് ബുക്ക് ചെയ്തു. ഞാൻ തിരുവനന്തപുരത്ത് മീറ്റിംഗാണ്, 3 days എൻ്റെ മീറ്റിംഗാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കോട്ടയത്ത് വന്നിച്ച് എനിക്ക് തിരികെ സംവാദം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചെല്ലണം. ആ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. പറഞ്ഞ വാക്ക് പാലിക്കാൻ ഞാൻ തയ്യാറായി. അവസാനം പുള്ളി വരില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നില്ല എങ്കിൽ നിങ്ങളുടെ പേര് ഞാനൊരു കസേര എഴുതി വെക്കും, എന്നിട്ട് നിങ്ങളുടെ ശൂന്യത അവിടെ കാണിക്കും, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ അദ്ദേഹം കുറേയൊക്കെ ആലോചിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, സാഹിബേ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ആഡിറ്റോറിയം ബുക്ക് ചെയ്തത്, ഞാൻ ആളുകൾക്ക് ഭക്ഷണം ക്രമപ്പെടുത്തിയത്. ആ സാഹിബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ വന്നു. ഞങ്ങൾ അന്തസ്സായിട്ട് പ്രോഗ്രാം നടത്തി, ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. ആരും അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ചില്ല. ഇതാണ് സ്ഥിതി. ഇദ്ദേഹം എന്നിട്ട് എന്നോട് പറയാം, നമുക്ക് തമ്മിലൊരു സംവാദമാകാം. അവസാനം ശരി, ഞാൻ റെഡി, അല്ലെങ്കിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ വരാം. ശരി, ആയിക്കോട്ടെ, സമ്മതിച്ചു. അവസാനം പറയാം, നമുക്ക് ഈ പൊതുരംഗത്തൊക്കെ വന്നാൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല, അത് ആളുകൾ ചുമ്മാ ബഹളം വെക്കും, അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ അധികം ലിമിറ്റഡ് ആക്കാം അംഗങ്ങൾ. അവസാനം ആൾ പറയാം, നമുക്ക് വാട്സാപ്പിൽ ചർച്ച ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ആ മനുഷ്യൻ വാട്സാപ്പിൽ വരും, എന്നിട്ട് പറയും ഈസയ്ക്ക് മറുപടി കൊടുക്കും, ഈസയ്ക്ക് മറുപടി കൊടുക്കും. സുഹൃത്തെ, ഇതിനെന്തിനാണ് മറുപടി? എണ്ണം പറഞ്ഞ കാര്യങ്ങൾ പറ. നമ്മളൊരു കാര്യം പറയുമ്പോൾ യുക്തി വേണ്ടേ? അനിൽ മുഹമ്മദേ, 2 ഭാവം കേൾക്കണ്ടേ? 2 ഭാവം കേട്ടിട്ട് വേണ്ട. നിങ്ങൾ നിഷ്പക്ഷനല്ലേ, നിഷ്പക്ഷ ജംഗ്ഷനല്ലേ? അപ്പം നിഷ്പക്ഷ നിലപാടിൻ്റെ ഈ ഉസ്താദിന് കാര്യം കൃത്യമായിട്ട് അറിയാത്തതാണോ? നാണക്കേടല്ലേ ഇങ്ങനെയൊക്കെ ഒരു വശം മാത്രം നിന്നോണ്ടിരുന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ ഓടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ ഇതുപോലെ കൊളരുതാത്തൊരു മനുഷ്യനെ പിടിച്ച് ഞങ്ങൾ ഗുരുവായിട്ടൊന്നും വച്ചിട്ടില്ല. നാണം കെട്ട ഒരാളെ പിടിച്ച് കൂടെ കൊണ്ടു നടക്കൊന്നുമല്ല. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെ ഗുരുവിനെ പറ്റി പറയാം. നിങ്ങൾക്കതില്ലാതെ പോയത് കുഴപ്പം ഉണ്ടെന്നൊക്കെ നിങ്ങൾ അഭിനയിച്ചു. കാര്യകാരണം അങ്ങോട്ട് ചോദിക്കും, പറയാം, തെറി പറയുക, അവരനാവശ്യമാണ് പറയുന്നത്. സുഹൃത്ത്, ഇങ്ങനെ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മയെല്ലാം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയാണ്. നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങൾക്ക് സാമാന്യ ബോധമില്ലേ? അപ്പോൾ ഈ വൃത്തികേടുകളെന്ന് പറയാനേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ബാക്കി കേട്ടു. പുള്ളി ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയത് ഈസ ഗൾഫിലോ മറ്റോ പോയെന്ന് വിചാരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അതോ ഈസ ഫീൽഡ് വിട്ടു പോയെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇത് രണ്ടും, ഈസ ഗൾഫിന് പോയി നോർത്ത് ഞാൻ പ്രസംഗിച്ചെന്നാണ് ഇങ്ങനെ പറയുന്നത്. സുഹൃത്തെ, ഈ സോഷ്യൽ മീഡിയ കാലത്ത് ആൾ ചന്ദനിൽ പോയാൽ എന്താ കുഴപ്പം? ഇവിടെ പോയാൽ എന്താ കുഴപ്പം? ഈസയ്ക്ക് വെല്ലുവിളി ഏറ്റെടുക്കാൻ നോക്കില്ല, എന്നെ വേറെ കാര്യം പറഞ്ഞ് ആശാൻ പോകുന്നത്. നിങ്ങളിത് മനസ്സിലാക്കി. ഞാനൊന്ന് പറയും, പുള്ളി വേറൊന്നാണ് പറയുന്നത്. ഒരു ബന്ധമില്ല. ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിർത്തിയേക്കാന്ന്, ജോലി നിർത്തിയേക്കാന്ന്. ഞങ്ങൾ ചോദിക്കുന്നതിനൊന്നും ഈസ മറുപടി പറയുന്നില്ല. ഞങ്ങൾ ചോദിച്ച ഏത് കാര്യത്തിന് ഈസ മറുപടി പറഞ്ഞിട്ടുള്ളത്? മാനവരിൽ മകനതിൻ്റെ 10 ഗുണം ഞങ്ങൾ ചോദിച്ചതാണ്. മറുപടി ഉണ്ടാവും. ബൈബിളിനെ പറ്റിയുള്ള ഒരു ഇസ്ലാമിൻ്റെ നിലപാട് ഖുറാൻ്റെയും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയാമോ? ഞാൻ ചോദിച്ചതാണ്. ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, ഈസ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ടാണ് ഈസ പറഞ്ഞത്, പൗലോസും പത്രോസും ഒക്കെ 2 വഴിക്കായിരുന്നു. അപ്പോൾ ഒരു ചോദ്യത്തിന് മറ്റൊരു ചോദ്യം കൊണ്ട് ബദലുണ്ടാക്കുകയാണ്. ആ ചോദ്യത്തിനെ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തതാണ്, വീഡിയോ കാണാത്തതാണ്. അദ്ദേഹത്തോട് മറുപടി പറഞ്ഞിട്ടൊരു വിശേഷമില്ല. കാരണം സ്വന്തം അണികളെ സുഖിപ്പിക്കാൻ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനാണ് പറയുന്നത്, വേദിയിൽ വാന്നേ, നമുക്കവിടെ സംസാരിക്കാന്നേ. ഇത് ഇവിടെ പിന്നെ ഇദ്ദേഹം ഒരു വീഡിയോ ഇടും, പിന്നാലെ എനിക്കിതിന് നേരമൊന്നുമില്ല, ഒത്തിരി നേരമില്ല. എനിക്ക് പല ജോലിയുള്ള ആളാണ്, ജോലി തിരക്കുള്ള ആളാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ പലയിടങ്ങളിൽ മിഷനുമായി ബന്ധപ്പെട്ടും മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടും യാത്രയുള്ള ഒരാളാണ്. അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അല്ല പണിയില്ല, അവിടെ ഇരിക്കുകയല്ല. അങ്ങ് ഇങ്ങനെയൊക്കെ അത് തെറ്റിദ്ധരിച്ചു. ഞാനെപ്പോഴും ഇങ്ങനെ ഇരിക്കുക എന്നാണ് തങ്ങളുടെ ചിന്ത.
അങ്ങനെ ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആളുകൾ ഈ ഗതിയില്ലാതെ വരുമ്പോൾ ലാസ്റ്റ് പറയുന്നതാണ് ഞങ്ങളുടെ ഉപജീവനമാണ്. ഇത് കേട്ടാൽ ഈ ഉസ്താദന്മാരെല്ലാം ശരിക്കും എഞ്ചിനീയർമാരാണ്, അവരത് കഴിഞ്ഞ് വന്നിട്ട് സൗജന്യ സേവനം ചെയ്യുന്ന പോലെ. ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്തസ്സായി ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ പോകുന്നത്. ഈ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി ഇരിക്കുന്ന രീതിയിലാണെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ട്. നിങ്ങളാരും അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, മനസ്സിലായി. നന്ദി. അത് വിട്ടേക്ക്. 3 മുഹമ്മദ് ഈസ തിരിഞ്ഞ് ഒളിത്തോട്ടത്തെ പിടിച്ചു. പിടിച്ചു എന്ന് വെച്ചാൽ അതൊരു 1.5 പിടിയായി. പിടിച്ചിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു, കയ്യിലൊന്നുമില്ല. ഏത് 2-3 ചോദ്യം? ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ നിൽക്കണം. 3 ആവർത്തി ചോദിച്ചു, കയ്യിലൊന്നുമില്ല. എന്തൊക്കെയാ ചോദിച്ചേ? ചോദ്യത്തിന് കൊടുത്ത ഉത്തരം എന്തൊക്കെയാ? ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം സംതൃപ്തിയായോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഒരു വേദിയിൽ വരണ്ടേ? മനസ്സിലായില്ലേ? മുഹമ്മദ് ഈസ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? 3 ചോദ്യമാണ് ചോദിച്ചത്. ട്രിനിറ്റിയെ പറ്റി, യെരുസലേമിലെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി, ഇങ്ങനെ 3 ചോദ്യമാണ്. അതിന് 3 വ്യക്തമായ ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ആരുടെ കുഴപ്പം? കണ്ടില്ലെന്നടിക്കുകയാണ്. ഇനി അത് മുഹമ്മദ് ഈസ ഇഷ്ടപ്പെടുന്നൊരു ഉത്തരം ഞാൻ കൊടുത്തില്ലെന്നാണെങ്കിൽ അതൊക്കെ. കണ്ടില്ലെന്ന് നടിച്ചില്ലെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനത് 1.5 പിടിയായി. 1.5 പിടിയുടെ ഞാൻ പറയാം. പറയൂ സാഹിബേ, കേൾക്കാൻ രസമുണ്ടോ? പറഞ്ഞു. ഒരു മറുപടിയില്ല. ഒന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ വീണ്ടും ഈസ കൈകാര്യം ചെയ്ത് വളരെ വൃത്തിയായി, മനോഹരമായി, ഈ പറയുന്ന ഏതോ മലയാള സിനിമയിലെ ഡയലോഗ് പോലെ, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്, ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതിനെ അനുസ്മരിപ്പിക്കും ഖുർആനൊക്കെ വിട്ടു ഈസ കൈകാര്യം ചെയ്തത്. അല്ലെ, നിങ്ങൾക്കൊക്കെ എന്താണ് ഇതൊക്കെ സ്വീകാര്യ? ഭയങ്കര തമാശയാണ്. ആ വീഡിയോ കാണാം. എന്നിട്ട് ഈ കാണുന്നവരാരെങ്കിലും കൊടുത്തോട്ടം ഉണ്ടെങ്കിൽ കൊടുത്തോട്ടത്തിനോട് പറയും, ഇനിയും ആ വഴിയെ പോകല്ലേ ഈസ, ഈ വഴിയെ പോകല്ലേ. ഏത് വഴിയാണ്? ആണത്തവും ചങ്കുറപ്പും ഉണ്ടെങ്കിൽ നേരിട്ട് ആ മുട്ട. മനസ്സിലായില്ലേ? അല്ലാതെ മാളത്തിൽ കയറിയിരുന്നല്ല അനിൽ മുഹമ്മദേ. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? തൊലിക്കട്ടിക്ക് നമോവാകും. അതേ അങ്ങേപ്പോളോട് പറയാനുള്ളൂ. കഷ്ടം. എന്തൊരു ഗതികേടാണ് അങ്ങനെ. ഞാൻ വസ്തുതകൾ കൃത്യമായിട്ട് മുഹമ്മദ് ഈസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിനൊരു തന്ത്രമുണ്ട്. അതുകൂടെ എല്ലാവരുടെയും കേൾക്കെ പറയാം. ഈ മുഹമ്മദ് ഈസയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈസയ്ക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. ലക്ഷ്യം പറയാം. ഈ മുഹമ്മദിനെതിരെ, അതുപോലെ ഖുർആനെതിരെ, ഇസ്ലാമിൻ്റെ നെറിയേടുകൾക്കെതിരെ കൃത്യമായി സോഷ്യൽ മീഡിയ വലിയ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇവിടെ നിന്ന് ശ്രദ്ധ തിരിക്കണം. ആ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു അടവാണ് കൃത്യമായി പൗലുസ് ഈ യെരുസലേം ക്രിസ്ത്യാനിറ്റിയുടെ തനത് സ്വഭാവത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഞാനത് അംഗീകരിച്ചേക്കാം, എനിക്ക് പ്രശ്നമില്ല. ഇത് അനിൽ മുഹമ്മദോടും പറയാതെ അംഗീകരിച്ചേക്കാം. ഒറ്റ തെളിവ്. ഇത് എന്നാണാവോ നിങ്ങളുടെ മുഹമ്മദ് പറഞ്ഞേ? ഖുറാനിൽ അങ്ങനെ ഉണ്ടോ? ഹദീസിൽ അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ വേണ്ടേ ബൈബിളിനെ കാണാൻ? വ്യക്തിയുടെ അഭിപ്രായമാണെങ്കിൽ അത് ചർച്ച ചെയ്യാം. അടുത്തൊരു കാര്യം, മുഹമ്മദിനില്ലാത്ത, ഇസ്ലാമിന് ഔദ്യോഗികമായിട്ടില്ലാത്ത, ഹദീസുകൾ കൊണ്ട് തെളിയിക്കാനാവാത്ത ഒരഭിപ്രായ പ്രകടനം നടത്തിയിട്ട് അതിന് മറുപടിയില്ലെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഞാൻ ഇദ്ദേഹത്തോട് കാലാകാലങ്ങളിൽ ചോദിക്കുന്ന ചോദ്യം ഇവിടെ ആവർത്തിക്കുന്നു. ഈ മാന്യന്മാർക്കൊരു വല്ലാത്ത പരിപാടിയുണ്ട്. ഞാനതിന് നല്ലൊരു മറുപടി നിങ്ങളോട് പറയാം. ഇവരെ ഗ്രന്ഥങ്ങളുണ്ട്. യെരുസലേമിലെ സുവിശേഷം, യേശുവിൻ്റെ പാത മുഹമ്മദിൻ്റെ, മുഹമ്മദ് ബൈബിൾ. നമ്മൾ തിരിച്ചപ്പോൾ ചോദിക്കും, അപ്പോൾ മാറ്റത്തിരുത്തൽ വരുത്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണോ ഇത് എടുത്തേക്കുന്നത്? അപ്പോൾ ബാപ്പ പാടിക്കും, നിങ്ങളൊന്നുകിൽ ഈ ബൈബിളിൽ മാറ്റത്തിരുത്തൽ വരുത്തി എന്ന് മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കുക. അതായത് മുഹമ്മദിൻ്റെ ഏതെങ്കിലും വേർഡുകൾ ആധികാരികമായി എടുത്ത് പറയണം, ഖുറാനെ ആസ്പദമാക്കി പറയണം, ചരിത്രത്തെ ആസ്പദമാക്കി പറയണം, വസ്തുതകളെ ആസ്പദമാക്കി പറയണം. ധൈര്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഒരു ഇസ്ലാമിയൻ ബൈബിളിനെ, ഞങ്ങളുടെ പക്കൽ ഇപ്പോൾ നിലവിലുള്ള പ്രചാര സിദ്ധിച്ച ഈ ബൈബിളിനെ ഒരു ഇസ്ലാമിയൻ എങ്ങനെ സമീപിക്കണം എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് നിങ്ങൾക്കൊരു നിലപാടുണ്ടാകാമോ? ഒരു കാഴ്ചപ്പാടുണ്ടാകാമോ? അത് അനിസ്ലാമികമാവില്ലേ? ഇത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ട്രിനിറ്റി പറയാൻ അദ്ദേഹം വരും. ട്രിനിറ്റി പറയാൻ വന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങളപ്പോൾ ചോദിക്കും, ഈ അള്ളാഹ്ക്ക് എന്താ ട്രിനിറ്റിയെ പറ്റി അറിയാവുന്നേ? അള്ളാഹ്ക്കൊരു ചുക്കും അറിയില്ല. അള്ളാഹ് ഒരു കാട്ടറബിയാണ്. അതിനകത്തൊരു സന്തോഷം. ഈ അറബി മാത്രം അറിയാവുന്ന അള്ളാഹു എന്നൊരു പ്രയോഗം ഞാനാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം ഇട്ട് കൊടുത്തത്. ഇതിന്നിപ്പോൾ ആര്യ ഹുസൈനും ജബ്ബാർ മാഷൊക്കെ എടുത്തിട്ട് അലക്കുകയാണ്. മനസ്സിലാക്കണം, നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ ആഴം എത്ര വലുതാണ്.
അപ്പം ജബ്ബാർ മാഷ് എടുത്തിട്ട് അടക്കുന്നു, ആരിഫ് ഹുസൈൻ അപ്പുറത്തിട്ട്, ഇനി ടീച്ചർ വേറൊരു സ്ഥലത്തിട്ട്. നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലമുണ്ടിട്ട് മാത്രം നടക്കേണ്ട ഗതികടി പോകുന്നൊരു സമൂഹമാണെന്നിട്ട് പറയുന്നത്. മുഹമ്മദ് ഈസയെന്ന് കേട്ടാൽ അനിൽ കൊടുത്തോട്ട് ഓടി വിളിക്കും. അങ്ങേക്ക് ആൾ മാറിപ്പോയി. ഞങ്ങൾക്ക് ഓടേണ്ട ഒരു ഗതികേടും ഇല്ല, മനസ്സിലായില്ലേ? ഒരാവശ്യമില്ല ഓടേണ്ട. മുഹമ്മദ് ഈസയെ പോലൊരു പാഴ്വസ്തുവിൻ്റെ മുമ്പിൽ നിന്നും ഓടേണ്ട ഗതികേട് ഞങ്ങൾക്കില്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം മുഹമ്മദ് ഈസ എന്ന മനുഷ്യൻ അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, പറ്റിപ്പോന്നറിയോ? മുഹമ്മദ് എന്ന കൂടെ ഒരാളുണ്ട്. അനിൽ മുഹമ്മദ് കഴിവുള്ള ഒരാളാണ്, അങ്ങേക്കൊപ്പം ഒരാളുണ്ട്. നമ്മൾ പറയാറില്ലേ, സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരുവൻ കുടിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ തല്ലുപുള്ളി കൂടെ ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഇവനെ കൊണ്ടൊരു പൊതുസ്ഥലത്ത് പോകാൻ പറ്റുമോ? ഉപേക്ഷിക്കാനോ പോകുമോ? ഇയാളെ വിളിക്കാതിരിക്കാനോ പോകുമോ? ഈ അവസ്ഥയല്ലേ സാക്ഷാൽ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിനെ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഒരു അവസ്ഥ. എവിടെ ചെന്നാലും അദ്ദേഹത്തിന് തല്ലുറപ്പാണ്, ആശയപരമായ തല്ലുറപ്പാണ്. നല്ല ഗ്രാവിറ്റിയുള്ള അടി അദ്ദേഹത്തിന് കിട്ടുമ്പോൾ നിങ്ങളുടെ ഈ രക്തബന്ധ നിമിത്തം നിങ്ങൾക്കങ്ങ് സങ്കടം വരിക. ഞങ്ങളുടെ മുഹമ്മദിനെ ഇങ്ങനെ ചെയ്യുന്നു, ഞങ്ങളുടെ നബിയോട് ഇങ്ങനെ ചെയ്യാവോ? ഓ അബ്ദുള്ളയൊക്കെ ഇങ്ങനെയാണ് ഈ കരയുന്നത്. മുജാഹിദ് ബാദ്ഷയുടെ കണ്ടമിടറിപ്പോയി. കാരണം എന്താ? എൻ്റെ മനസാക്ഷിയുടെ കൊട്ടാരത്തിലെ മാനസ കൊട്ടാരത്തിലെ ചക്രവർത്തി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ചക്രവർത്തിയുടെ ഒരു അവസ്ഥയെ, ചക്രവർത്തിയെ ഒരു പാവം സ്ത്രീ ഒരു പെൺകുട്ടി കയറിയിട്ട് പോടാ അങ്ങാടിപ്പയ്യാന്ന് പറഞ്ഞു. ഇല്ലയോ? ശരിയല്ലയോ? അല്ലേ പറ കൊടുത്തോട്ടമേ കള്ളം പറയാതെ അങ്ങനെ പറയൂ. അന്തസ്സും ആഭിജാത്യം ഉണ്ട് പറയാ. അനിൽക്കൊടുത്തോട്ടം കള്ളം പറയുമെന്ന് പറ. അങ്ങയുടെ ഈ മാനസ കൊട്ടാരത്തിലെ ചക്രവർത്തി ആകുമോ? അല്ലെങ്കിൽ അല്ലെന്ന് പറ. മാനസ കൊട്ടാരത്തിലെ നിങ്ങളുടെ ചക്രവർത്തി പോയിടത്തെല്ലാം ഇതുപോലെ നേടിയെടുത്ത കുറേ പേരുകളുണ്ട്, കുറേ രസകരമായ സൽപ്പേരുകൾ. സുഹൃത്തെ, കുറേ തത്വമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ മോഷ്ടിച്ച് പറഞ്ഞെങ്കിലും ഈ ആളിൻ്റെ ജീവിതത്തിൽ മാതൃകാപരമായിട്ടൊന്നുമില്ലായിരുന്നു, ഒരു കാര്യമില്ലായിരുന്നു. ഈ ഒരു മനുഷ്യൻ നിമിത്തം നിങ്ങളിൽ ഇനി ഏത് ആദർശം ഉണ്ടെങ്കിലും കൊണ്ടുപോകുന്ന ഈ മനുഷ്യനെ ആണെങ്കിൽ, കൂടെ കൊണ്ടുപോകുന്ന റോൾ മോഡൽ ഇതാണെങ്കിൽ അദ്ദേഹത്തിനായിട്ട് ആവശ്യത്തിന് കിട്ടും. നിങ്ങൾക്ക് അവിടെ നിഷ്ക്രിയനായി നോക്കിയിരിക്കാനേ കഴിയൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളിനി എല്ലാ വലിയ സമ്പാദകരാണെങ്കിലും ലോകത്തെവിടെ നിങ്ങളിത് കൊണ്ടുപോയാലും കൂടെ ഒരാൾ നിൽപ്പുണ്ട്, പുള്ളിക്കിട്ട് തല്ലി പിടിച്ച് നിങ്ങളായിട്ട് കൊടുക്കരുത്. നാണക്കേടല്ലേ? നിങ്ങൾക്ക് ഈ മുഹമ്മദിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസക്കൊട്ടാരത്തിലെ ചക്രവർത്തിയോ അള്ളാഹുവിനേക്കാൾ പരമപ്രധാനിയൊക്കെ ആയിട്ട് നിങ്ങൾ വാഴ്ത്തുന്ന ഈ കക്ഷിയായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നെങ്കിൽ നിങ്ങൾ ക്രൈസ്തവർ അരികിലാണ് വരുന്നത്. ആശയ സംശുദ്ധി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കൊരു ഗുരുവുണ്ട് സാറേ. ഇത്തരത്തിൽ എവിടെയെങ്കിലും പോയി തല്ലുവാങ്ങേണ്ട ഗതികേടില്ലാത്ത ആദർശ സംശുദ്ധിയുടെ കാലം കണ്ട കരുത്തനാണ് നസ്രായനായ യേശു. അവിടുത്തെ പാദം നമിക്കാനുള്ള യോഗ്യത മുഹമ്മദിനുണ്ടാകും. ഉണ്ടെങ്കിൽ പറ. ഇനി ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങൾ എടുക്കാം. അവിടെ തെറ്റ് ചെയ്ത കുറേ കഥാപാത്രങ്ങളുണ്ട്, ഇവരെ എടുക്കാം. അവരുടെ പാദം കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത മുഹമ്മദിനുണ്ടാവും. വേണ്ട, സാക്ഷാൽ അനിൽ മുഹമ്മദിൻ്റെ മാന്യതയും അല്ലെങ്കിൽ മുഹമ്മദ് ഈസയുടെ യോഗ്യതയും മുഹമ്മദിനുണ്ടാവും. അതിനാണ് ജബ്ബാർ മാഷൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ചയിൽ, അല്ലെങ്കിൽ മുഹമ്മദ് വേളവും രവീന്ദ്രനും ഒക്കെ ആയ ചർച്ചയിൽ ഒരു ചോദ്യം ഉരുത്തിരിഞ്ഞു. ഒരു ചോദ്യം, മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെ കാണിച്ചു തരാമെന്നൊരു ചോദ്യം. ഉത്തരം എല്ലാ മനുഷ്യരും ഒന്നായിരുന്നു. അതല്ലേ ശരി? ലോകത്തിൽ നിന്ന് പിറന്ന സകല മനുഷ്യരും മുഹമ്മദിനേക്കാൾ ഏതളവിലും ശ്രേഷ്ഠനാണ്. ഇനി നിങ്ങളെൻ്റെ കുറേ അയോഗ്യതകളും ഏതാണ്ട് കുഴപ്പമൊക്കെ പറഞ്ഞു. ഞാൻ വേദികളിൽ പോയി അവിടെ സ്വീകരിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെന്നെ എന്ത് പരിഹസിച്ചാലും, കള്ളനെന്നോ കൊള്ളക്കാരനെന്നോ വിവരദോഷിയെന്നൊക്കെ പരിഹസിച്ചാലും ആയിക്കോട്ടെ, എനിക്കൊരു സന്തോഷമുണ്ട്. നിങ്ങൾ എങ്ങനെ അളന്നു നോക്കിയാലും മുഹമ്മദിനേക്കാൾ ഞാൻ വളരെ 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 ഉയരത്തിലാണ്. അത് ഇവിടെ എനിക്ക് തെളിയിക്കാൻ സാധിക്കും. അന്തസ്സ് കൊണ്ട്, ആഭിജാത്യം കൊണ്ട്, ജീവിതത്തിലെ കർത്തവ്യങ്ങൾ കൊണ്ട്, എല്ലാ നിലയിലും ഞാൻ മുഹമ്മദിനേക്കാൾ, ഞാൻ പരിചയപ്പെട്ട മുസ്ലിങ്ങളെല്ലാം തന്നെ മുഹമ്മദിനേക്കാൾ മീതെ, നിങ്ങളും മുഹമ്മദിനേക്കാൾ മീതെ. ഒരിക്കലും മുഹമ്മദിനെ അനുകരിക്കരുത്, നിങ്ങളുടെ നിലവാരം താഴോട്ട് പോകരുത് എന്ന് മാത്രം ശ്രീ ഡോക്ടർ അനിൽ മുഹമ്മദിനോട് ഉറപ്പെടുത്തുന്നു. ഒപ്പം എനിക്ക് അൽ മുഹമ്മദ് എന്ന വ്യക്തിയോട് വ്യക്തിപരമായിട്ട് ഒരു പിണക്കമില്ല, ഒരു വിരോധമില്ല. മുഹമ്മദ് ഈസയോടും ഇല്ല, അങ്ങേർക്ക് അതറിയാം, മനസ്സിലായില്ലേ? ഒരു പിണക്കോദ്യത്തോടില്ല. പക്ഷേ ഇങ്ങനെ സപ്പോർട്ട് അടിക്കുമ്പോൾ ഇതുപോലുള്ള ചിലത് തിരിച്ചു വരും. അങ്ങേക്കുള്ളത് ഇനിയും തരും, മുഹമ്മദ് ഈസയ്ക്കുള്ളതും കൊടുക്കും. അല്പം തിരക്കായിപ്പോയി, അതാണ് വാസ്തവം. അല്ല, നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഞങ്ങൾക്കിടെ കുറേ ആഭ്യന്തര ചർച്ചയൊക്കെ നടക്കുക, അതിൻ്റെ പിന്നാലെ പോയി അങ്ങനെ കുറേ സമയം പോയി. ഇല്ല, വരാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുഹമ്മദ് ഈസയ്ക്കുള്ളത് വേറെ ഉണ്ട്, ഘട്ടം ഘട്ടമായിട്ട് വച്ചിട്ടുണ്ട്, എല്ലാം വച്ചിട്ടുണ്ട്. സമ്മലൂനി എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്ന് കിടന്ന് പുതപ്പിട്ട് മൂടി ഉറങ്ങുന്ന ടൈപ്പ് സംഗതികളുണ്ട്. ഖദീജോളജി അറിയാമല്ലോ, രക്ഷപ്പെടാനുള്ള ഖദീജോളജി. ഇതൊക്കെ നിങ്ങൾ ചെയ്തു പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തും. പിന്നെ കരയല്ലേ എന്ന് മാത്രം ഓർപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യമുണ്ട്, എത്ര കാര്യങ്ങൾ കേട്ടാലും ഉളുപ്പില്ലാത്തതുണ്ട്, അത്തരം രജിസ്റ്റേർഡ് തൊലിക്കട്ടിയായതുണ്ട്. നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ പറ്റും. സാറിൻ്റെ ഈ ചിരി വലുതാണ് കേട്ടോ, ഒത്തിരി പ്രശ്നങ്ങൾ അതിജീവിക്കാൻ അതൊരു കോൺഫിഡൻസ് തരും. അതുകൊണ്ട്
അങ്ങയുടെ ചിരിക്ക് നമോഭാഗം. നന്ദി, നമസ്തേ.